ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കേരള ലഞ്ച് മെനുവിൻ്റെ 42ാമത്തെ മെനു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ മെനുവിൽ നമ്മൾ ഉണ്ടാക്കിയത് പരിപ്പും പടവലങ്ങയും കൂടിയുള്ളൊരു സിമ്പിൾ കറിയാണ്. അതിൻ്റെ ഒപ്പം ക്യാബേജും ക്യാരറ്റിൻ്റെയും തോരൻ, പിന്നെ കുറച്ച് സാലഡും ചോറും പിക്കിളും ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തോരപ്പരിപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പടവലങ്ങ ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. അത് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു 2 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. അപ്പുറത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടി പരിപ്പ് ചുവന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ക്യാബേജും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടച്ചു വെച്ചിട്ട് ക്യാബേജും ക്യാരറ്റും വേകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ക്യാബേജും ക്യാരറ്റും വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പില, ജീരകം ഇത്രയും ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്താൽ നമ്മുടെ തോരൻ റെഡി. അപ്പുറത്ത് പരിപ്പ് വെന്തു. അപ്പോൾ കുക്കർ തുറന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. വെള്ളം ആവശ്യമാണെങ്കിൽ അത് ചേർത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. പരിപ്പ് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടാനായിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് കടുകും ചെറിയുള്ളിയും കരിവേപ്പിലയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറി റെഡി. അപ്പോൾ ഈ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.